ഹലോ ഗൈസ്, എല്ലാവരും പുതിയൊരു വീഡിയോസ്. അപ്പോൾ നമ്മളിന്ന് ബസ് സിമുലേറ്റർ ആയിട്ട് വന്നേക്കണേണ്. ബസ് സിമുലേറ്ററിൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ നമ്മളാണെങ്കിൽ നമ്മുടെ ലണ്ടൻ ബസ് കൊണ്ടുവന്നേക്കണേണ്. കഴിഞ്ഞ വീഡിയോ ഞാൻ ടൂറിസ്റ്റ് ബസ് കൊണ്ടുവരുന്നതാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ ഇന്ന് ലണ്ടൻ കൊണ്ടുവന്ന്. അപ്പോൾ ഞാൻ വണ്ണൊക്കെ നോക്കിയാണ് നടന്നത്. പക്ഷേ നമുക്ക് ലണ്ടനെ കിട്ടുകയുള്ളൂ. നമുക്ക് തൽക്കാലം ഈ വണ്ടി കൊണ്ട് പോകാം. നമുക്ക് ആദ്യം വണ്ടീൻ്റെ ഉള്ളിൽ കയറാം. വണ്ടീൻ്റെ ഇൻറ്റീരിയർ ഒരു രക്ഷയില്ല കേട്ടോ. ഇൻറ്റീരിയർ പൊളിപ്പനായിട്ടുണ്ട്. എനിക്ക് നല്ലോണം ഇഷ്ടമായി. പിന്നെ പുറത്തുനിന്നുള്ള ലുക്കായാലും വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഞാൻ ആദ്യമൊക്കെ ഇട്ട വീഡിയോയിൽ ഞാൻ മാനുവൽ ഗിയർ സിസ്റ്റം ഇട്ടേച്ചത്. പിന്നെ ഞാൻ ഈ ഇടയ്ക്കൊക്കെ നോർമൽ മാനുവൽ അല്ലാണ്ട് ഓട്ടോ ഇതാക്കി ഇട്ടേക്കണായിരുന്നു. ഇപ്പം ഞാൻ അതേ പിന്നെ മാനുവലിലേക്ക് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്നവിടെ മാനുവൽ ഗിയറിലാണ് ഓടിക്കാൻ പോണത്. അപ്പോൾ നമുക്ക് ആദ്യം വണ്ടി സ്റ്റാർട്ട് ചെയ്യാം. വണ്ടി ഉണങ്ങിയിട്ടുണ്ട്. ഹാൻഡ് ബ്രേക്ക് മാറ്റാം. ഇതിനൊക്കെ ഒന്ന് വണ്ടി ഓടിക്കാം കേട്ടോ. എങ്ങനെ ഉണ്ടാവും നോക്കാം. വണ്ടിക്ക് അത്യാവശ്യം നല്ല പിക്കപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ മീറ്ററൊക്കെ നമുക്ക് ഉണക്കിയിടാം. വണ്ടിക്ക് അത്യാവശ്യം നല്ല പിക്കപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ വണ്ടിയിലാണെങ്കിൽ 3 മോഡ് വരുന്നുണ്ട്. അതൊക്കെ ഏതാണെന്ന് നോക്കിയപ്പോൾ നോക്കാം. ഒന്നാമത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗ്ലാസ് തുറയും കേട്ടോ. ഗ്ലാസ് പറയും. പിന്നെ ഈ ഫ്രണ്ടിലുള്ള ബോണറ്റുകളുടെ സാധനം തുറന്നാ ഗൈസ്, ഫ്രണ്ടിലുള്ള ഈ ബോണറ്റുകളുടെ സാധനം തുറയും കേട്ടോ. അതങ്ങനെ തുറന്നിരുന്നോട്ടെ, അതായിരിക്കും നല്ലത്. രണ്ടാമത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടാമത്തെ ഈ ലണ്ടനിൽ നിരയാക്കണതിൻ്റെ മേളിൽ കൂടി ഒരു ബ്ലൂ ബോർഡർ വരും. അതുണ്ടായിക്കോട്ടെ, കുഴപ്പമില്ല. മൂന്നാമത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ടിലായിട്ട് തന്നെ ഒരു ആനേൻ്റെയൊക്കെ ഈ തലയിലൊക്കെ നോക്കേണ്ട സാധനമില്ല, അത് വരും. അത് നോക്കിയപ്പോൾ വേണ്ട, അതിൻ്റെ ആവശ്യമില്ല. ടൂറിസ്റ്റ് ബസ്സിന് അതിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഇന്ന് ഈ വണ്ടി കൊണ്ട് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാം. വണ്ടി 1,000 ഇട്ടിട്ടുണ്ട്, മീറ്റർ ഓണാക്കിയിട്ടുണ്ട്. ഞാൻ വണ്ടി കൊണ്ട് പോവാം. വണ്ടിക്ക് അത്യാവശ്യം നല്ല പിക്കപ്പ് ഉണ്ട് കേട്ടോ. ഇപ്പം തന്നെ 50 കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം 60 കഴിഞ്ഞ്. 4 ഗിയർ എത്തിയപ്പോൾ തന്നെ 100 ആകാറായിട്ടുണ്ട്. ഇപ്പം ഇവിടെ ഒരു വളവ് തന്നെ ഉണ്ട്. പിന്നെ വണ്ടിക്ക് നല്ല ബ്രേക്കിംഗ് ഉണ്ട് ഡേയ്സ്. നേരത്തെ ഞാൻ അവിടെ നിർത്തിയപ്പോൾ എനിക്ക് തോന്നിയായിരുന്നു നല്ല ബ്രേക്കിംഗ് ഉണ്ടെന്ന്. ഇപ്പം വണ്ടി അത്യാവശ്യം സ്പീഡിൽ പോകുന്നുണ്ട്. അയ്യോ കണ്ടോ, ഇപ്പോൾ ഇടിക്കേണ്ടിയായിരുന്നു. ജസ്റ്റ് മിസ്സിനായിരുന്നു. നമുക്കൊരു കാര്യം ചെയ്യാം, മാനുവൽ ഗിയർ സിസ്റ്റം മാറ്റാം. കാരണമായി മര്യാദക്ക് ഓടിക്കാൻ പറ്റില്ല. വേറെ വല്ല വണ്ടികളൊക്കെ നമുക്ക് മാനുവലില്ല. ഇപ്പോൾ അത് ഓട്ടോയിൽ ഇട്ടിട്ടുണ്ട്. ഓട്ടോ കിട്ടുമ്പോൾ അത്യാവശ്യം നല്ല പിക്കപ്പ് ഉള്ള പോലെ എനിക്ക് തോന്നുന്നുണ്ട്. എന്താണെന്നറിയില്ല. വണ്ടിക്കല്ല ബ്രേക്കിംഗ് ഉള്ള കാരണം വലിയ കുഴപ്പമൊന്നുമില്ല. ഇവിടെ അത്യാവശ്യം വണ്ടികളുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല വണ്ടികളുണ്ട്. നമുക്കിപ്പോൾ ഇവിടുന്ന് ഓവർടേക്ക് ചെയ്ത് പോകണം. വണ്ടിക്ക് അത്യാവശ്യം ഇപ്പോൾ നമ്മൾ ഓടിക്കാൻ അത്യാവശ്യം നല്ല വലിയ വണ്ടിയാണ്. അതുകൊണ്ട് നോക്കിയും കൊണ്ടൊക്കെ ഓടിക്കണം, അല്ലെങ്കിൽ ഇടിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഒരു ലോഡ് മാപ്പ് കഴിഞ്ഞായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് എടുത്തുകൊണ്ട് പോവാം. ഇവിടെ ഒരു വളവ് തന്നെ ഉണ്ട്. ഇവിടെ നമുക്ക് തിരിക്കുക. അയ്യോ, ഇതിപ്പോൾ ഇടിച്ചതിന്. വണ്ടിക്ക് അത്യാവശ്യം സ്റ്റെബിലിറ്റി ഒരു മീഡിയം ലെവൽ അങ്ങനെ പറയാം. വലിയ സ്റ്റെബിലിറ്റി ഇല്ല. മറ്റേ അടുത്ത വീഡിയോയിലൊരു ട്രാവലർ കൊണ്ടുവരാം. ഫോഴ്സിൻ്റെ ഒരു ട്രാവലർ കൊണ്ടുവരാൻ നോക്കാം. ഞങ്ങൾക്ക് കുറേ നാളായിട്ട് ട്രാവലർ നോക്കി നടക്കണമായിരുന്നു. അപ്പോൾ അതങ്ങനെ നമുക്ക് പറ്റുമെങ്കിൽ കൊണ്ടുവരാം. എനിക്ക് അതിൻ്റെ മോഡ് കിട്ടിയിട്ടുണ്ട്. പക്ഷെ കയറ്റാൻ പറ്റില്ല. ഞാനൊന്ന് നോക്കട്ടെ കേട്ടോ. ഞാനൊന്ന് നോക്കാം ഒന്ന് പറ്റുമെങ്കിൽ. അല്ലെങ്കിൽ നമുക്കൊരു കാറ് കൊണ്ടുവരാം. കാറ് വേണ്ട, അത് നമുക്ക് ട്രാവലറൊക്കെ കൊണ്ടുവന്നതിന് പറ്റുമെങ്കിൽ കൊണ്ടുവരാം. ഇപ്പോൾ നമുക്ക് ട്രാവലർ കൊണ്ടുവരാൻ നോക്കാം. അപ്പോൾ ഇവിടെ നിന്നൊരു വളവ് തന്നെ ഉണ്ട്. അയ്യോ, അവിടെ നിന്നൊരു വണ്ടി വരുന്നുണ്ടായിരുന്നു, കണ്ടില്ല. ശരി, നോക്കി ഇവിടെ നിന്ന് അങ്ങോട്ട് പറപ്പിച്ചു വിടാം. അയ്യോ, ആ തെങ്ങിൽ പോയി ഇടിച്ച്. പിന്നെ ഈ സ്നോടെ അങ്ങോട്ട് വീഴാണ്ടിരിക്കുന്ന സ്ഥലമില്ലേ, അതിൻ്റെ മേലെ കൂടിയൊക്കെ വണ്ടി കയറി പോണത്. അപ്പം ആ സാധനം നമുക്ക് ഇപ്പം നമുക്ക് ആ സാധനം വലിയ ഉപകാരമില്ല. ഇനി ആ സാധനം വെച്ച് വലിയ ഉപകാരമൊന്നുമില്ല നമുക്ക്. ഇനി വണ്ടിയും കൊണ്ട് ഇവിടെ നിന്ന് കത്തിച്ചു വിടാം. അതിനൊക്കെ ഇവിടുന്ന് വണ്ടി വളക്കാം. എന്നൊക്കെ ഇവിടുന്ന് നേരെ സ്പീഡിൽ പോവാം.
പിന്നെ ഞാനാണിപ്പോൾ ഒരു ഓഫ് റോഡ് പോലെ ലെഫ്റ്റിലൊക്കെ കണ്ടായിരുന്നു. ഞാൻ നോക്കട്ടെ അത് ഓഫ് റോഡ് ആണെന്ന്. ബാക്കിൽ വണ്ടിയാണെന്നും വന്നില്ലെന്ന് പ്രതീക്ഷിക്കണം. ഗൈസ് അവിടെ ഒരു ഓഫ് റോഡാണ്ടാ. നമുക്ക് അങ്ങോട്ട് കയറ്റി നോക്കാം. അങ്ങനെ അങ്ങോട്ട് കയറ്റിയിട്ടുണ്ട്. നമുക്ക് വലിയ കൂടെ ഓടിച്ച് നോക്കാം ഇവിടെ എത്തുമെന്ന്. പിന്നെ നമ്മൾ പോണ ഈ വഴിയിലാണെന്ന് തോന്നുന്നു ഒരു ഓഫ് റോഡ് ഉണ്ട്. ഇതല്ല, ഈ മാപ്പിലാണെന്ന് തോന്നുന്നു ഒരു ഓഫ് റോഡ് ഉണ്ട്. അപ്പോൾ ആ വഴി കൂടി അങ്ങ് പറ്റുമെങ്കിൽ പോകാം. ബാക്കി ഇവിടെ നിന്ന് അങ്ങോട്ട് നേരെ പോകണം. ഓക്കെ, ഇപ്പോഴാണെങ്കിൽ അവിടെ കുറേ ഓടിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ നിന്നും കുറേ പോകണം. ഇപ്പം അത്യാവശ്യം ഇവിടെ വണ്ടി കുറഞ്ഞിട്ടുണ്ട്. ഞാനാണെങ്കിൽ ഇപ്പോൾ റോഡ് സൈഡാണ് പോണത്. ഇതാണ് ജസ്റ്റ് ഞാൻ പറഞ്ഞ ഓഫ് റോഡ്. ഒന്ന് റൈറ്റ് അടിച്ച് നേരെ പോകുമ്പോൾ നമുക്ക് എത്തുന്ന ഒരു ഓഫ് റോഡ് എത്തും. ഞാനൊരു ഓഫ് റോഡാണ്. ഇവിടെ കണ്ട ഫുൾ ചെളി പിടിച്ച പോലത്തെ ഒരു സ്ഥലമാണ്. എനിക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് എടുത്തുകൊണ്ട് പോവാം. വണ്ടിയുടെ അടിയൊക്കെ തട്ടാണ്ടെന്ന് തോന്നുന്നു. ഇപ്പോൾ വണ്ടിക്ക് അത്യാവശ്യം നല്ല ബ്രേക്കിംഗ് ഉണ്ട്. ഇപ്പോൾ പെട്ടെന്ന് വല്ല വളം വന്നാൽ പിടിക്കാം. പറഞ്ഞ് നാടത്തില്ല, അപ്പം തന്നെ വണ്ടി ഇടിക്കാൻ പോയി. എനിക്ക് ഇവിടുന്ന് റൈറ്റ് എടുത്ത് പോകണം. സത്യം പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ വന്ന ഓഫ് റോഡ് ഒരു ഷോർട്ട് കട്ടാണ്ടോ. അതൊരു ഷോർട്ട് കട്ടായിരുന്നു. കാരണം റോഡിൽ കൂടി വന്നെങ്കിൽ ഇത്തിരി ദൂരം ഉണ്ടാകും. ആ ഓഫ് റോഡ് അടിച്ചുകൊണ്ട് വലിയ ദൂരം ഉണ്ടായില്ല. അപ്പം എനിക്ക് ഇവിടെ നിന്നങ്ങോട്ട് നേരെ കുറച്ച് പോകണം. പിന്നെ നമ്മൾ എവിടെ തൊട്ട് എവിടം വരെ പോകണമെന്ന് ഞാൻ കാണിക്കാൻ മറന്നുപോയി. അതൊരു സൈഡ് ഇടുമ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ ഒരു സൈഡ് ഇട്ടുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ വല്ല കടയൊന്നും കാണാനില്ല. വല്ല സ്ഥലം കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. അതെ, ഇവിടെ ഒരു ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട്. ഇവിടെ നമുക്ക് നിർത്തി കാണിച്ചു തരാം. ഞാൻ പോണത് ഡെൻപസാർ ടു ഗില്ലിമാലിക്ക്. ഡെൻപസാർ ടു ഗില്ലിമാലിക്ക്. അപ്പം നമ്മൾ അവിടെ ഡെൻപസാർ തൊട്ട് ഗില്ലിമാലിക്ക് വരെ പോണത്. അപ്പോൾ അവിടെ എത്രയും മുമ്പ് ആൾക്കാർ ജീവനോട് ഉണ്ടായാൽ മതിയായിരുന്നു. നമുക്കപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് നേരെ പോകാം. ഞങ്ങൾക്ക് ഇവിടെ നിന്ന് യൂട്ടേൺ ഉണ്ട്. യൂട്ടേൺ അല്ല, ഒരു വലിയ വളവ്. അയ്യോ, ബസ്. നമ്മളാണെങ്കിൽ ഒരു ശ്രദ്ധയില്ലാണ്ടാണ് ഓടിക്കണത്. ഇപ്പോൾ സൈഡിലതൊക്കെ കാണേൽ പോകാൻ പോയി. ജസ്റ്റ് മിസ്. ഇനി ഇവിടെ നിന്നൊരു വലിയ വളവ് തന്നെ ഉണ്ട്. അയ്യോ, ഇപ്പോൾ ഈ ട്രക്കാരനെ പോയി ഇടിച്ചേന്. എനിക്ക് ഇയാളെ ഓവർടേക്ക് ചെയ്ത് പോകണം. ഇയാൾ ഓവർടേക്ക് ചെയ്യാൻ പറ്റും. അയ്യോ, ഫ്രണ്ടിൽ നിന്ന് വണ്ടി വന്നു. ഇയാളെങ്ങനെയാണെങ്കിൽ ഓവർടേക്ക് ചെയ്യണം, അല്ലെങ്കിൽ പറ്റിയല്ലെന്ന്. ഇയാളുടെ ഈ ബാഗിൽ പതുക്കെ പോകേണ്ടി വരും. ഇപ്പോൾ നാൾ ഒരു ഭാഗം ഓടിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇപ്പോഴാണ് വണ്ടീൻ്റെ കോലം നോക്കണമെങ്കിൽ വല്ലാണ്ട് ഡാമേജ് ഒന്നും പറ്റിയിട്ടില്ല. പൊടിയൊക്കെ പിടിച്ചിട്ടുണ്ട്, അല്ലാണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ നാളെ ഒരു ലോഡ് മാപ്പും കൂടി കഴിഞ്ഞിട്ടുണ്ട്. ഗൈസ്, ഒരു കാര്യം പറയട്ടെ, ഇത് ഒരു ടൂറിസ്റ്റ് ബസ് അല്ലേ. അപ്പോഴേ ഒരു DJ ലൈറ്റൊക്കെ ഉണ്ടായത് അതൊക്കെ ഒന്ന് നോക്കാട്ടാ. അതിന് നമുക്ക് ഇവിടെ ഒന്ന് ഒതുക്കാം. അതായത് ഇവിടെ ഒന്ന് ഒതുക്കിയിട്ടുണ്ട്. ഓക്കെ, DJ ലൈറ്റെല്ലാം ഉണ്ടാകാൻ നോക്കാം. ഉണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ലൈറ്റ് ഉണങ്ങുമ്പോൾ ഫുള്ളും കത്തും. ഗൈസ്, ഇവിടെ DJ ലൈറ്റൊക്കെ ഉണ്ട്. വണ്ടീൻ്റെ ഉള്ളിലൊക്കെ ലൈറ്റൊക്കെ വന്നു. ഇനി അത് ഇൻഡിക്കേറ്ററിട്ട് പോകാം. ഒരു മിനിറ്റ് ഗൈസ്, നമ്മളെ ഇൻഡിക്കേറ്റർ ഇട്ടപ്പോൾ ലണ്ടനിൽ എഴുതിയേക്കണൊക്കെ ഇരുന്ന് കത്താണ്. ഇതൊക്കെ അടിപൊളിയാണ്. ഈ ടൂറിസ്റ്റ് ബസ് എനിക്ക് നല്ലോണം ഇഷ്ടമായിട്ടുണ്ട്. നോക്കി ഈ വണ്ടി കൊണ്ട് നേരെ വിടാം. പിടിച്ചേന് ഈ വണ്ടിക്ക് പെട്രോൾ ഉണ്ടാകാൻ നോക്കുക. 40 ഉള്ളൂ. അത് കുഴപ്പമില്ല, നമുക്ക് അടുത്ത വല്ല പമ്പ് കാണുമ്പോൾ അടിക്കാം. ഇനി നമുക്ക് നേരെ പോകാം. ഞാനേ നേരത്തെ കണ്ട പോലത്തെ അത്രയും പിക്കപ്പ് ഇപ്പോൾ വണ്ടിയിൽ കിട്ടണില്ല. അതെന്താണെന്നറിയില്ല. നേരത്തെ പോലെ അത്രയും പിക്കപ്പ് ഇല്ല വണ്ടിക്കിപ്പോൾ. അതെന്താണല്ലേ. നമുക്കിപ്പോൾ ഇവിടെ നേരെ അങ്ങോട്ട് പോകണം. വണ്ടി ഇപ്പം മറിഞ്ഞേനെ. മരണങ്ങാടി. അയ്യോ പെട്ടല്ല. വണ്ടി അത് കാട്ടി കിടക്കണേ. അയ്യോ,
വണ്ടിയെ കാട്ടി കിടക്കണ്. അയ്യോ നമുക്കിനി വണ്ടി എങ്ങനെയാലും എടുത്തിട്ട് കാണാട്ടാ. ഓക്കെ നമ്മൾ കുറേ നേരം നോക്കി വണ്ടി എടുക്കാൻ പറ്റിയില്ല. ഇത് നമ്മുടെ വീഡിയോ ഇവിടെ നിന്ന് വെച്ച് ഉണ്ടാക്കേണ്ടി വരും. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ കാണാം.